സോ ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിന്റെ 6ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ സ്ഥലം ചുറ്റി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഫുള്ള് കുറെ മാറ്റങ്ങൾ വരുത്തി. ആദ്യം തന്നെ ഇവിടെ ഫുള്ള് ഞാൻ മൈൻ ചെയ്ത് ഇവിടെ സെറ്റാക്കി. ഒരു അയൺ ഫാമിൽ ചെറിയൊരു ബിൽഡ് പോലെയൊക്കെ സെറ്റ് ചെയ്ത് കുറെ നേരം ചെയ്ത്, അങ്ങനെ കുറെ നേരം എല്ലാം സെറ്റ് ചെയ്ത് ഈ അയൺ ഫാം ആദ്യം തന്നെ ഇത് എത്തുന്നുണ്ട്. ഇത്ര അയൺ ഞാൻ സെറ്റ് ചെയ്ത് ഒരു 2 മണിക്കൂർ മാത്രമേ നിന്നുള്ളൂ. അപ്പോൾ തന്നെ ഇത്ര അയൺ കിട്ടി. നല്ല എഫിഷ്യൻറ്റ്. പിന്നെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ട്രേഡിങ് ഹാള് ഒരു 4-5 വില്ലേജറിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ ഈ എപ്പിസോഡിൽ എന്താണ് ചെയ്യേണ്ടത്, ഇന്ന് നമ്മൾ ട്രയൽ ചേമ്പർ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ട്രയൽ ചേമ്പറിൻ്റെ മാപ്പൊക്കെ ഞാൻ ഒപ്പിച്ചതാ ഇവിടെ വച്ചിരിക്കുന്നു. ഇവിടെ അടുത്തെന്തോണം അത് നമുക്ക് ഒപ്പിച്ചാൽ. ഞാൻ എന്തുകൊണ്ട് ഈ വെപ്പൺ സ്മിത്തിനെ ഞാൻ ഒപ്പിച്ച് ഇവിടെ ആക്സും കൊടുക്കണം, ഇതും കൊടുക്കണം. ഇത് നമ്മൾ വാങ്ങണം. പിന്നെ കുറച്ച് ബുക്ക് ഞാൻ നോക്കി വെച്ച്, ഇവന് ഫയർ ആഫ്റ്റ്, ഇവന് ഷാർപ്പ്നെസ്, പിന്നെ ഇവന് ലൂട്ടിങ് 3 എന്ന് വെച്ചാൽ ഈ 3 വില്ലേജറിന് ഈ ഒരു സോഡിൽ സെറ്റ് ചെയ്യാനാണ് നോക്കണം. ഒരു ഡയമണ്ട് സോഡ് വാങ്ങിച്ച് സെറ്റ് ചെയ്യണം. ഇതിൻ്റെ കഥ ഞാൻ പറഞ്ഞു. ഇത് ആർമർ ഉണ്ടാക്കാനാണ് ഞാൻ ഈ ഒരു ചേമ്പറിലോട്ട് ഇപ്പം തന്നെ പോകണം. നമ്മൾ അവിടെ പോകുമ്പോൾ സോംബി വെള്ളത്തിൽ മുങ്ങി കിടക്കുമ്പോൾ ഡ്രൗൺ ആവും. അത് വെച്ചാണ് നമ്മളൊന്ന് ചെയ്യാൻ പോണത്. അവിടെ സോംബിയുടെ സ്പോണറുണ്ട്. അതിൽ നമ്മളെ ഓമൻസ് വാട്ടർ എടുത്ത് കുടിച്ചാൽ അവർക്ക് ഡയമണ്ട് ആർമറും സോഡൊക്കെ വെച്ചുള്ളത് അവന്മാർ സ്പോൺ. അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ നോക്കണത്. ഈ അവന്മാർ ആർമർ ഡ്രോപ്പ് ആക്കും, അല്ലെങ്കിൽ നമ്മൾ വെട്ടിക്കൊന്നാലും കിട്ടും. വെള്ളത്തിൽ വീഴുമ്പോൾ ഡ്രൗൺ ആകുമ്പോൾ നമുക്ക് കുറച്ച് ചാൻസ് കൂടുതലാണ്. ഇത് വെച്ചാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പൊ ഓമൻസ് ബോട്ടിലും കൂടെ എടുക്കണം. പിന്നെ ഞാൻ ഒരു ബോയും കൂടെ സെറ്റ് ചെയ്ത് ഈ സാധനം കൊണ്ടുപോയി കുടിച്ചാൽ അവിടെ സോംബി സ്പോൺ ആവണതിൻ്റെ ഒപ്പം ആർമർ സ്പോൺ ആവും. എംബ്രാഡൊന്നും വേണ്ട, എംബ്രാഡ് ബ്ലോക്കാണ്. ഇനി അത്രയ്ക്ക് ഞാൻ കളക്ട് ചെയ്യുന്നത് സ്പോൺ ആവണതിന് മുമ്പ് എടുക്കട്ടെ. ഞാൻ ഇവിടെ അയൺ ഫാമിൽ നിന്ന് കുറേ നേരം നിന്ന് അവിടെ നിന്നാണ് അയൺ ഒപ്പിച്ചിട്ട് ഇവിടെ ഒരു അവൻ്റെ ചെന്ന് വാങ്ങുന്നത്. അങ്ങനെയായിരുന്നു കുറേ നേരം കൂടെ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് ആ വെപ്പണെല്ലാം അങ്ങ് വാങ്ങും. ആദ്യം തന്നെ ഇതിനെല്ലാം കണ്ട ഇത്ര എംബ്രാഡ്, ഐ ആം റിച്ച്. ഇനി ആദ്യം തന്നെ ഒരു സോഡ്, പിന്നെ ഒരു ആക്സ്, പിന്നെ ഒരു ഷാർപ്പ്നെസ് ബുക്ക്, പിന്നെ ഒരു ലൂട്ടിങ് ബുക്ക്. ഫസ്റ്റ് ഷാർപ്പ്നെസ് ഹാഫ് എ ഗോഡ് അത്ര പറയാൻ പറ്റും. നമ്മളെ വീട്ടിന്റെ തൊട്ടടുത്തുനിന്നാണ് തോന്നുന്നത്. നമ്മൾ ഐലൻഡ് ബേസ് ഇരിക്കുന്ന ഐലൻഡ് അതിന് തൊട്ടടുത്ത് ഇവിടെയാണെന്ന് തോന്നുന്നു. ഇവിടെ നമുക്ക് കറക്റ്റ് കുഴിച്ച് നോക്കാം. നമുക്ക് താഴോട്ട് കുഴിച്ച് 2 ബ്ലോക്ക് വീതം കുഴിക്കും. ഇനി ഇത് കുഴിച്ചാൽ കയറും. നമുക്ക് ഈ സൈഡിൽ ഒരു ബെഡ് റീസ്പോൺ വെച്ചിരിക്കും. പേടിയൊന്നുമില്ല, എന്നാലും ഇതിൻ്റെ അകത്ത് പ്രൊട്ടക്ഷൻ പൊട്ടാറായിരുന്നു. ഇതെന്തിരി ഇവിടെ നിന്ന് ഒരുക്കി കിട്ടി, അവിടെ നിന്ന് ഒരുക്കി കിട്ടി. അവിടെ കിട്ടി. ഉണ്ടെന്ന് നമുക്കൊരു ഫാം ആക്കാം ഒരുമിച്ച്. നിങ്ങളൊരു ടൈം ലാപ്സ് കണ്ടിട്ടോ. ഇവിടെ ഫുള്ള് കുഴിച്ചിട്ട് ഇനി നമുക്ക് വെള്ളം ഒഴിക്കണം. ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ഒഴിക്കാം. ഇനി ഇവിടെ നിന്ന് എടുത്ത് ഇവിടെ ഒഴിക്കാം. ഇനി ഇവിടെ നിന്നൊരു ലെയർ മാറ്റണം. എന്നിട്ട് ഇവിടെയും വെള്ളം ഒഴിക്കണം, ഇവിടെയും വെള്ളം ഒഴിക്കണം. 2 ബ്ലോക്ക് ഒഴിച്ച് ഇനി ഇവിടെ ഒരു മുറി ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ഒരു വേറെ ട്രാപ്പർ ഇത് ഓക്കെ സെറ്റ്. ഫാം കംപ്ലീറ്റ് ആയി. ഇനി മുകളിലോട്ട് കയറാനും കൂടെ ഒരു സെറ്റ് വയ്ക്കാം.
ബോട്ടില് 2 കുടിക്കാം. ചെയ്തെല്ലാം ഓക്കെ ആണെങ്കിൽ ചിലപ്പോൾ ശരിയാവും. കുടിച്ച് രണ്ട് ആർമറൊക്കെ 8 സ്പൂൺ ആറുണ്ട് ഇവിടെ സെറ്റ് കിട്ടിയില്ല. ഇങ്ങനെ അല്ലല്ലോ വർക്കാകണ്ട. അപ്പൊ ഗൈസ്, ഈ ഫാം ചെറുതായിട്ട് പാളിയതുപോലെ തോന്നുന്നു. നോക്കിയിട്ടൊന്നും നടക്കണില്ല. അപ്പൊ എന്തൊരു സംഭവമാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല, ഒട്ടും മനസ്സിലാവണില്ല. എന്തിനാണ് സംഭവിക്കണേന്ന് എനിക്കൊന്നും മനസ്സിലാവണില്ല. ഞാൻ കുറെ നേരം കൊണ്ട് നോക്കണ എനിക്ക് പറ്റണ്ട. സോംബികളൊന്നും ഡ്രൗൺ ആവണില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ അതൊന്നും ആർമർ ഷോപ്പ് ചെയ്യണില്ല, അത് രണ്ടാമത്തെ കാര്യം. ഒരു ചെസ്റ്റ് വിളായിട്ട് കിട്ടിയാൽ ഞാൻ ചെസ്റ്റിൽ കൊണ്ടുവച്ച്. പിന്നെ കുറച്ച് കീയും കിട്ടി, ഇനി ഇതിനെ കൊണ്ട് നമുക്ക് കുറെ ഇട്ട് നമുക്ക് ഹെവി കുറേ കിട്ടുമോ നോക്കാം. കിട്ടിയാലും നമുക്ക് ഈ എപ്പിസോഡ് പിന്നെ അതിൻ്റെ ചെയ്യണം. നമുക്ക് അടുത്തതിന് ഞാൻ ആർമർ ഉണ്ടാക്കിയിരിക്കും. ഇത് പാളിപ്പോയെങ്കിൽ ഇതെന്തൊരു കുഴപ്പമൊന്നും കൂടെ നോക്കും. ഇത് ശരിയായ ഇത് ഉപയോഗിക്കും, അല്ലെങ്കിൽ നമ്മൾ അടുത്തത് ചെയ്തിരിക്കും, അത് ഉറപ്പാണ്. സോഡും ആക്സ് സെറ്റ് ചെയ്തതുപോലെ ഞാൻ അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. അപ്പം ഇന്നത്തെ ലെറ്റ്സ് പ്ലേ സീരീസ് ഇത്രയേ ഉള്ളൂ എന്ന് ഞാൻ പറയാൻ പറ്റിയിട്ട് ഇതൊന്ന് പൊട്ടിച്ച് നോക്കിയിട്ട് വരാം. കുറച്ച് സാധനങ്ങളെ കിട്ടിയത്, 2 ഡ്രിം ഐറ്റം കിട്ടിയത്, അത് നല്ലതിന്. പിന്നെ ഒരു കീയും ബാക്കിയൊന്നും, പക്ഷെ ബാക്കിയൊന്നും ഇടാനില്ലായിരുന്നു. പിന്നെ പോർട്ടലൊക്കെ സെറ്റ് ചെയ്യാൻ സാധനമൊക്കെ കൊണ്ടുവന്നു, അപ്പോഴാണ് ഇങ്ങനെ പറ്റിയത്. പോർട്ടലൊക്കെ സെറ്റ് ചെയ്യും, എന്നിട്ട് നമുക്ക് നോക്കണം എന്തിനാണ് പറ്റിയെന്ന്. അപ്പോൾ ഈ ആർമറും കൂടെ ഇട്ട് ഫസ്റ്റ് എൻ്റെ ഡയമണ്ട് ആർമറാണ്. ഞാൻ നേരത്തെ അഡ്വാൻസ്മെൻ്റ് ഒക്കെ എടുത്ത് ബാക്കിയുള്ള ആർമറൊക്കെ ഓഫ് ക്യാമറയിൽ സെറ്റ് ചെയ്യും. വില്ലേജറിനെ വെച്ച് ട്രേഡ് ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കാം. അപ്പം ബൈ.